ഗോതമ്പ് ദോശയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇത് ദോശ ഉണ്ടാക്കുന്ന വീഡിയോ അല്ല കേട്ടോ, അതുപോലെ തന്നെ ദോശയുടെ റെസിപ്പിയും അല്ല. പിന്നെ എന്താണെന്നല്ലേ, ഈ ദോശ ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ, അതെങ്ങനെ നല്ല സ്മൂത്തായിട്ട് കലക്കിയെടുക്കാമെന്നാണ്. നമ്മൾ പാത്രത്തിലേക്ക് പൊടിയിട്ടിട്ട് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടാണ് അധികം മാവ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴൊക്കെ പലർക്കും പല ബുദ്ധിമുട്ടും ഉണ്ടാവും. ഇങ്ങനെ കട്ട കെട്ടും, അതുപോലെ തന്നെ പാത്രത്തിൻ്റെ അടിഭാഗത്ത് കണ്ടില്ലേ, ഇങ്ങനെ കട്ട കെട്ടി ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ ഇതൊഴിവാക്കാനുള്ളൊരു ടിപ്പ്, പാത്രത്തിലേക്ക് ആദ്യം വെള്ളം ഒഴിക്കുക, എന്നിട്ട് പൊടിയിടുക, എന്നിട്ടിത് നന്നായിട്ട് കലക്കാൻ ഈ വിസ്കും കൂടി ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഒട്ടും കട്ട കെട്ടില്ല, നല്ല സ്മൂത്തായിട്ടുള്ള ദോശമാവ് റെഡിയായിട്ട് കിട്ടും. പാത്രത്തിൻ്റെ അടിയിലൊട്ടും പിടിച്ചിട്ടും ഉണ്ടാവില്ല. ചിലർ നേരെ മിക്സിയിലേക്ക് ഇട്ടിട്ട് ചെയ്യുന്നു, കാരണം മിക്സിയിലടിച്ചാലും കട്ട കെട്ടില്ല. അപ്പോഴും അതെ, നേരിട്ട് ആദ്യം പൊടിയിടരുത്, വെള്ളം ഒഴിച്ചിട്ട് പൊടിയിട്ടിട്ട് ഒരു 10 സെക്കൻഡ് അടിച്ചെടുത്താൽ മതി. നല്ല മാവ് കിട്ടും. മിക്സിയുടെ ഉള്ളിൽ മാവ് പറ്റി പിടിക്കുകയില്ല.